രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു എന്നതിന് കൃത്യമായ സൂചനയാണ് കുട്ടിക്കളി. ഇപ്പോഴും കുട്ടിക്കളിയാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിപ്പോൾ വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ആദ്യ ഘട്ടത്തിലല്ല, മൂന്നാമത്തെ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 23-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അത് 1.5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് പ്രചരണ പരിപാടികൾക്കെല്ലാം. ഇപ്പോഴേ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ സ്ഥാനാർത്ഥിയുടെ കീശ കാലിയാവും. 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തീരുമാനിച്ചാലും മതി. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മള് 15-ാം തീയതിക്കുള്ളിലായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ പോകുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് കേരളം 2 കൈയ്യെന്നിട്ട് സ്വീകരിക്കുന്ന പടക്കുതിരകളുള്ള സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും നമ്മുടേത്. സത്യമായിട്ടും അത് അങ്ങനെയായിരിക്കും. കുതിരകളൊക്കെ മിനുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ തൃശ്ശൂരിൽ DCC പ്രസിഡന്റ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായോ? ഞാൻ മാവിലായക്കാരനാണ്. ഞാൻ ആ കമ്മിറ്റിയിലൊന്നും അംഗമല്ല. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അംഗമാണ് ഞാൻ KPCCയുടെ. പക്ഷെ ഇതിൽ ഞാൻ അംഗമല്ല. അല്ല, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മാറി നിന്നാൽ മതിയോ? തിരഞ്ഞെടുപ്പ് തീയതി ഇങ്ങെത്തി, അത് ഓർമ്മയുണ്ടോ? ബൂത്ത് ലെവൽ ഏജന്റുമാർ BLAമാർക്ക് ഒരു പാർട്ടിയും അവർക്ക് ട്രെയിനിങ് കൊടുത്തില്ല. കളക്ടറേറ്റിൽ പോയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മീഡിയ പ്രവർത്തകന്മാർ കളക്ടറേറ്റിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ ടേബിളിൽ ചെന്ന് ഓഫീസിൽ ചെന്ന് BLAമാരുടെ ലിസ്റ്റ് എല്ലാ തൃശ്ശൂർ ജില്ലയിലെ 2256 ബൂത്തുകളിലും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ ലിസ്റ്റ് കൊടുത്ത ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്നൊന്ന് നിങ്ങളൊന്ന് ചോദിക്കണം. മാസങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴല്ല, ആഴ്ചയല്ല, മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തത് ഏക പാർട്ടി തൃശ്ശൂർ കോൺഗ്രസ് ആണ്. ഞങ്ങൾ അധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ, മീഡിയയിലൊന്നും അല്ലാതെ, സോഷ്യൽ മീഡിയ ഒന്നും കൊടുക്കാതെ, ബ്ലോക്ക് അടിസ്ഥാനത്തിലും മണ്ഡലം അടിസ്ഥാനത്തിലും ഞങ്ങൾ ബൂത്ത് തലത്തിലുള്ള ബൂത്ത് പ്രസിഡന്റുമാർ, ബൂത്ത് ലെവലിലെ ഏജന്റുമാർ, അവർക്ക് 2 തവണ ഞങ്ങൾ പരിശീലനം കൊടുത്തു, ട്രെയിനിങ് കൊടുത്തു. അത് ശരി, പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നേരിടാനാണ് പരിപാടിയല്ലേ? ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ നിങ്ങൾക്കിപ്പോൾ കാണാം, കോൺഗ്രസിൻ്റെ കൈപ്പത്തി വരച്ച ചുവരുകളുടെ എണ്ണം നിങ്ങൾ ആരെങ്കിലും ഒരു തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകരൊന്ന് വെറുതെ എണ്ണിയാൽ മതി. മറ്റു പാർട്ടികളുടെ ചുവരുകളുടെ എണ്ണം എടുക്കുക. സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രശ്നമല്ല. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും പേരെഴുതുന്ന മാത്രമായ രീതിയിലേക്ക് ഒരു കാലത്തും ഇല്ലാത്ത പ്രചരണ രംഗത്താണ്. നഗരത്തിൽ മാത്രം നോക്കിയാൽ മനസ്സിലാവും, താഴേക്ക് ഗ്രാമത്തിൽ വന്നാലും മനസ്സിലാവും. പാവം കോൺഗ്രസ്സുകാർ ചുമരിലെല്ലാം എഴുതി കഴിഞ്ഞിട്ടും അവർ കാത്തിരിക്കുകയാണ് എഴുതിയത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നറിയാൻ. ഇലക്ഷന് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രചരണത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് നല്ല കാര്യമാണ്. നല്ല വെയിലാണ്. അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം അതുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് പെട്ടെന്ന് അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് അനൗൺസ് ചെയ്താൽ ഒരു കുഴപ്പമുണ്ട്. അനൗൺസ്മെൻറ്റ് വാഹനം പോലും AC ആക്കേണ്ടി വരും, ചിലവ് കൂടും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും LDFൻ്റെ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങി കഴിഞ്ഞു കേട്ടോ. അത് കുഴപ്പമില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും അവരങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണല്ലോ. ഒരു റൗണ്ട് അടി കഴിഞ്ഞിട്ടാണ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ശരിയാണ്. പക്ഷേ 2 ഭാഗത്തും സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ട് ഒരു ഉഷാറില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോഴായിരിക്കും കേരളം ഉണരുന്നത്. അത് ശരിയാ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങ് വരുമ്പോഴാണ് ഒരു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവുക. അത് കേൾക്കുമ്പോഴാണ് കേരളം ഉണരുക.